കൂടി അവിടെ നിന്ന് ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഒരു നാടിൻ്റെ പരിച്ഛേദം തന്നെ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള ആളുകൾ അവിടേക്ക് ഇങ്ങനെ അണമുറിയാതെ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ ഒരു ജനസാഗരം തന്നെ. ആ ചെറിയ വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള ആളുകൾ അവിടേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ അരുൺ? തീർച്ചയായിട്ടും മാറിയ സ്കൂളിൽ നമ്മൾ കണ്ടത് അതാണ്. വളരെ ചെറിയ സ്കൂൾ മുറ്റം, അവിടെ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയ ആൾക്കൂട്ടമാണ് നമ്മൾ ആ സ്കൂളിൽ കണ്ടത്. ആ വഴികളൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ആളുകൾ വന്ന് നിറഞ്ഞിരുന്നു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരുമ്പോൾ തന്നെ പലപ്പോഴും ആംബുലൻസ് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ റോഡിൽ തിങ്ങി നിറഞ്ഞാണ് മിഥുനെ കാണാൻ നിന്നത്. അതിന്റെ അതേ കാഴ്ച തന്നെയാണ് ഇവിടെ ഈ വീട്ടിലുമുള്ളത്. വളരെ ചെറിയ വഴികൾ തന്നെയാണ് ആ വീട്ടിലേക്കുമുള്ളത്. വളരെ ചെറിയ ഒരു വീടാണ്. ആ വീട്ടിലേക്കാണ് ഒരുപാട് സ്വപ്നങ്ങളുമായ ആ വീട്ടിൽ നിന്നാണ് മിഥുൻ ഉള്ളിലേക്ക് പോയിരുന്നത്. മിഥുന്റെ അമ്മ വിദേശത്ത് ജോലിക്ക് പോയിരുന്നതും അച്ഛൻ കൂലിപ്പണിക്ക് പോയിരുന്നതൊക്കെ ഇതേ ചെറിയ വീട്ടിൽ നിന്നാണ്. അവന്റെ ആ വീട്ടിനുള്ളിൽ ചിത്രം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. എത്രത്തോളം വലിയ സ്വപ്നങ്ങളുമായാണ് അവൻ ജീവിച്ചത് എന്നുള്ളത്. ഏതായാലും ആ വീട്ടിലേക്ക് മിഥുൻ അവസാനമായി എത്തുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാകും മിഥുൻ ഇനി ഈ വീടുമായുള്ള വീട്ടിൽ മിഥുൻ ഉണ്ടാവുക. വീട്ടുകാരെങ്ങനെയാ ദുഃഖം നമ്മൾ കണ്ടതാണ്. അമ്മയുടെ ദുഃഖം, അച്ഛന്റെ ദുഃഖം, അതുപോലെ തന്നെ സഹോദരന്റെയും അതുപോലെ മറ്റു ബന്ധുക്കളുടെയും അവരുടെ കൂട്ടുകാരുടെയും ഒക്കെ ദുഃഖം നമ്മൾ കണ്ടതാണ്. ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള വൈകാരിക രംഗങ്ങളാണ് ഈ കുഞ്ഞു വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. വലിയ ആൾക്കൂട്ടമുണ്ട്. പക്ഷേ ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിലുള്ള തിരക്കാണ് ഇവിടെ. നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. എല്ലാവരും കരഞ്ഞുകൊണ്ട് മാത്രം നടങ്ങുന്ന ആളുകൾ അത്രയും ഇതിനെ വർഷങ്ങളായി അറിയാവുന്നതാണ്. ദൂരം നിന്നുള്ള ആളുകൾ പോലും കണ്ടിട്ടുണ്ട്. ഇതിനെ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഇവിടെ വന്നു അങ്ങനെ അവസാനം നോക്കി കാണാൻ എത്തുന്നുണ്ട്. ഏതായാലും ഈ വഴികൾ, ഈ വീട് മിഥുൻ അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ഈ എല്ലാ ദിവസവും കളിക്കാൻ പോകുന്ന, രാവിലെ വൈകുന്നേരമൊക്കെ കളിക്കാൻ പോകുന്ന മൈതാനമുണ്ട്. ആ മൈതാനത്താണ് അവനെ കാണാനായി അവന്റെ അമ്മ വന്നിറങ്ങിയത്. അവസാനം നമുക്ക് കാണാനായി അവന്റെ അമ്മ വന്ന് ഇറങ്ങിയത്. ഒരു പക്ഷേ വലിയ സമ്മാനപ്പൊതികളുമായി അമ്മയുടെ വരവ് കാത്തിരുന്നിട്ടുണ്ടാകും. ആ അമ്മയാണ് സമ്മാനങ്ങളുമായി മക്കളെ കാണാൻ വരാനിരുന്ന അമ്മയാണ് ഈ ബാങ്കന്റെ ഛേദനേറ്റ ശരീരം കാണാൻ വേണ്ടി ഇവിടേക്ക് ഇന്ന് ഈ രീതിയിൽ എത്തേണ്ടി വന്നത്. അത്ര അതിവൈകാരികമായ രംഗങ്ങളാണ്, അത്രയധികം ദുഃഖകരമായ രംഗങ്ങളാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അല്ലാതെ ആർക്കും ദുഃഖത്തോടെ അല്ലാതെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ്. അത്രയും ദാരുണമായ ഒരു സംഭവമാണ് ഈ 13 വയസ്സുകാരന് ഉണ്ടായത്. അതും എല്ലാ രംഗങ്ങളിലും മിടുക്ക് കാട്ടിയ ഒരു കുട്ടി, എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു കുട്ടി. ആ മുന്നിട്ടിറങ്ങലാകാം ഒരുപക്ഷെ അവന്റെ ഈ ജീവിതം ഇത്ര കുരുന്നിലെ പെട്ടെന്ന് അവസാനിച്ചു പോകാനും കാരണമായത്. കൂട്ടുകാർക്ക് വേണ്ടി, കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടി കൂട്ടുകാരന്റെ ചെരുപ്പ് ആ ഷെഡിന് മുകളിൽ പോകുമ്പോൾ എല്ലാവരും വിലക്കിയിട്ടും അതിന്റെ അപകടമൊന്നും നോക്കാതെ അവൻ ഒരു ധൈര്യത്തോടെ അങ്ങോട്ട് കയറുകയായിരുന്നു. അത്രത്തോളം അവക്കുമായ ഇടപെടലെന്ന് നമുക്ക് പിന്നീട് തോന്നാം. പക്ഷെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ, അവർക്ക് കൂട്ടുകാരോടുള്ള ആ സ്നേഹം, കളങ്കമില്ലാത്ത ആ സ്നേഹം, ആത്മാർത്ഥമായ ആ സ്നേഹം ഒരു തരത്തിലും ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല സൗഹൃദങ്ങൾ ഈ പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാക്കുന്നത്. ആ സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്തും നൽകാൻ, എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന കൗമാരമാണ്, ആ പ്രായമാണ് അവന്. ആ പ്രായത്തിന്റെ ആ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ പറയാമെങ്കിൽ പോലും ആരും ആ പ്രായത്തിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയാണ് അവൻ. ആ ഒരു ശീലത്തിന്റെ ഭാഗമായാണ് അവൻ ഇതും ചെയ്തത്. അവൻ ഒരിക്കലും വരുമ്പരായികൾ നോക്കിയില്ല. അവൻ തന്റെ കൂട്ടുകാരന്റെ ചെരുപ്പ് മുകളിൽ പോകുമ്പോൾ കയറി എടുക്കാൻ തന്നെ തയ്യാറായി പോയവനാണ് അവൻ. ആ ഒരു തീരുമാനമാണ് അവന്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചത്. ഏതായാലും അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആരുടെ വീഴ്ചയാണ്, ആരുടെ തെറ്റാണ് എന്ന കാര്യങ്ങളിലൊക്കെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കും. പക്ഷെ ഏതായാലും നാടിന് നഷ്ടപ്പെട്ടത്, രാജ്യത്തിന് നഷ്ടപ്പെട്ടത്, ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരിക്കലും നികത്താനാകാത്ത ഒന്നു തന്നെയാണ്. പ്രത്യേകിച്ചും ആ കുടുംബം ഈ വിധം ജീവിതത്തോട് വളരെ വല്ലിട്ട് ഓരോ ദിവസവും കഴിച്ചുകൂട്ടാൻ ആ രീതിയിൽ പാടുപെടുന്ന ഒരു കുടുംബത്തിലെ കുട്ടി, ഒരുപാട് പ്രതീക്ഷകളുമായി, ഒരുപാട് കഴിവുകളുമായി, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു വളർന്ന ഒരു കുട്ടി, അവനാണ് ഇന്നിപ്പോൾ ഈ വീട്ടിൽ ചേതനയേറ്റ് കിടക്കുന്നത്. അവന് എത്ര സമയം കൂടി ഈ വീട്ടിൽ ഈ രീതിയിലെങ്കിലും കിടക്കാനാകും? അവൻ ജീവിതം പാതി വഴിയിൽ നിന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ ജീവിതം അവസാനിപ്പിച്ച് അവൻ പോവുകയാണ്. അവന്റെ സ്വപ്നങ്ങൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ ഈ നാട് മുഴുവൻ അവന്റെ കുടുംബത്തിനൊപ്പമുണ്ട്. പക്ഷെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത, ആർക്കും
മറുപടി നൽകാൻ കഴിയാത്ത ദുഃഖമായി, ഭാരമായി അത് കുടുംബത്തിന്റെ, അവന്റെ കൂട്ടുകാരുടെ ജീവിതകാലം മുഴുവൻ അവശേഷിക്കുമെന്ന ഉറപ്പാണ്. ആ സ്കൂളിലും വലിയ നൊമ്പരമാണ് മിഥുൻ നൽകിയത്. അവൻ മാസങ്ങൾക്ക് മുമ്പാണ് ഈ സ്കൂളിലേക്ക് എത്തിയത്. ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടി വന്ന സ്കൂളാണ്. അവന് NCC ചേരാൻ താല്പര്യമുണ്ടായിരുന്നു. നേരത്തെ പഠിച്ച സ്കൂളിൽ അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ NCCയിലും ചേരാം. അതിനുവേണ്ടി NCCയിലേക്ക് അവൻ സെലക്ടായി. നന്നായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടി, നന്നായി ചിത്രം വരയ്ക്കുന്ന കുട്ടി. ആ സ്കൂളിന് അവനൊരു മുതൽക്കൂട്ടാകുമായിരുന്നു, നാടിന് അവനൊരു മുതൽക്കൂട്ടാകുമായിരുന്നു, ഈ രാജ്യത്തിന് അവനൊരു ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഉന്നത നിലകളിൽ എത്തേണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ജീവിതം ഈ വഴിയിൽ അവസാനിക്കുന്നത്. ഏതായാലും അത്യന്ത വികാര നിർഭരമായ രംഗങ്ങൾ ഇവിടെ എപ്പോഴുമുണ്ട്. നാട്ടുകാർ, അവന്റെ കൂട്ടുകാർ, അവന്റെ ബന്ധുക്കൾ, കാണാനെത്തുന്നവർ എല്ലാവരും കരഞ്ഞുകൊണ്ടല്ലാതെ കരഞ്ഞുകരങ്ങിയ കണ്ണുകളായാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ആ വീട്ടുകാരുടെ അവസ്ഥ ആർക്കും വിവരിക്കാനാകുന്നതല്ല. ആ വീട്ടുകാരുടെ ദുഃഖത്തിന്റെ തീവ്രത ആർക്കും അളക്കാനാകുന്നതല്ല. ആർക്കും അവരെ ആശ്വസിപ്പിക്കാനും കഴിയുന്നതല്ല. ഏതായാലും ഇപ്പോഴും ഇവിടെ മഴ ചാറുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ കാലാവസ്ഥയൊന്നും ഈ നാട്ടുകാർക്ക് കാര്യമല്ല. തങ്ങളുടെ പ്രിയ കുഞ്ഞിനെ കാണാൻ, നാടിന്റെ മകനാണ്, സംസ്ഥാനത്തിന്റെ മകനെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത്. നാട് തന്നെ ഏറ്റെടുത്ത ഒരു ദുഃഖമായി ഇത് മാറുകയാണ്. നാടിന്റെ ദുഃഖമായി മിഥുൻ മാറുകയാണ്. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ കുറച്ച് പക്വമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, കുറച്ച് ജാഗ്രതയോടെ നിന്നിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം ആരും മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എവിടെയൊക്കെ വലിയ വീഴ്ചകൾ വന്നിരുന്നു. ഇത്തരത്തിൽ വളരെ നിസ്സാരമായി കണ്ടു കളയുന്ന പലതും പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നൊരു ഉദാഹരണമായി കൂടി മിഥുൻ എന്ന 13 വയസ്സുകാരന്റെ ജീവൻ മാറുകയാണ്, അവന്റെ ജീവിതം മാറുകയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആ സ്കൂൾ അധികൃതരോ മാനേജ്മെന്റോ ആരായാലും വിദ്യാഭ്യാസ വകുപ്പിനും പൂർണ്ണമായും കൈകഴുകി പോകാനാകില്ല. എല്ലാ സ്കൂൾ തുറക്കലിന് മുമ്പും മെയ് മാസത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിക്കണം, അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. അപകടകരമായ, കുട്ടികൾക്ക് ദോഷകരമാവുന്ന എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്ത് അതിന്റെ പരിഹാരം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പരിഹാരമുണ്ടാകണം. അത് ഇത്തരത്തിലുള്ള പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലാകട്ടെ, മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴാൻ സാഹചര്യമുള്ള സ്ഥലം അങ്ങനെയാകട്ടെ, അല്ലെങ്കിൽ മരങ്ങൾ ആ രീതിയിൽ വീഴാൻ ഉള്ള മരങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനാകട്ടെ, എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള വൈദ്യുതി കടന്നു പോകുന്ന, പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പികൾ ഈ രീതിയിൽ ഉണ്ടെങ്കിൽ, സ്കൂൾ കെട്ടിടത്തിനടുത്തുണ്ടെങ്കിൽ, കുട്ടികൾക്ക് എത്തിപ്പിടിക്കാവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ അടക്കം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിരീക്ഷണം വിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ടതുണ്ട്. ആ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ, അപകടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ വീട്ടുകാർ സ്കൂളിലേക്ക് അയക്കുന്നത് ആ പകൽ സമയം മുഴുവൻ അവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ്. ആ സ്കൂൾ മണിക്കൂറുകളിൽ അവൻ സുരക്ഷിതനായിരിക്കും. സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് ഉണ്ടാക്കുകയും തിരികെ വിളിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സ്കൂളിലുള്ള സമയമെങ്കിലും അവൻ സുരക്ഷിതനായിരിക്കുമെന്നൊരു ഉറപ്പ് എല്ലാ രക്ഷാകർത്താക്കൾക്കുമുണ്ട്. ആ ഉറപ്പൊക്കെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ഇല്ലാതാകുന്നത്. ആ വിശ്വാസമാണ് അവിടെ തകരുന്നത്. അവന്റെ